നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് 10-25 കൊല്ലം ഇമ്പ്രൂവ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വെച്ച് ആവർത്തിച്ച് ചോദിച്ചേക്കുന്ന 10 ചോദ്യങ്ങൾ. ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ ഈ വർഷം ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ ജ്യോത്സ്യനോ കണിയാനോ ഒന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു ആവർത്തിച്ച് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളാണ്. അന്നേരം നമ്മളത് എന്തായാലും നോക്കിക്കൊണ്ട് പോകാതിരിക്കരുത്. അത് മണ്ടത്തരമായിരിക്കും. അന്നേരം അതിനകത്ത് നമ്പർ 1 കാര്യത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് കിടക്കാം. നമ്പർ 1 പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്, യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. 3 യൂസസ് ഉണ്ട്. ആ 3 യൂസിൽ 2 യൂസ് പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് 3 ഡിറൈവ് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ എസിക്കലി ut + ½ at² ഗ്രാഫിക്കലി വേണം. 3 നമ്മുടെ പ്രൊജക്റ്റൈൽ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്, അതിൻ്റെ ഡെറിവേഷൻസ് എല്ലാം പഠിച്ചുകൊണ്ട് പോവുക. 4 ലോസ് ഓഫ് മോഷനകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കിങ് ഓഫ് റോഡ്സ്, അതിൻ്റെ പ്രോബ്ലംസും പഠിക്കുന്നത് നന്നായിരിക്കും. 5 നമ്മുടെ വർക്ക് എനർജി പവറിനകത്തെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 6 നമ്മുടെ ഗ്രാവിറ്റേഷനകത്തെ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് ആൻഡ് ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും. 7 ബെർണോളിസ് തിയറം പ്രൂഫ് അതിൻ്റെ ആപ്ലിക്കേഷൻ, ക്യാപ്പിലാരിറ്റി അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താം. 8 9 കാർനോട്ട് സൈക്കിളിൻ്റെ പ്രോസസ് അല്ല. 10 ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പ് അതിൻ്റെ പടം വരച്ച് ഡെറിവേഷൻ. ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 50 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, ഏറ്റവും കൂടുതൽ ഈ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അന്നേരം ഇത് നോക്കാതെ നിങ്ങൾ പോകരുതെന്ന് ഞാൻ പറയത്തുള്ളൂ, നോക്കാതെ പോകരുത്. ഓക്കെ, അന്നേരം ഇതൊരു നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടെ ആയിരിക്കും. നെവർ എവർ ഗിവ് അപ്പ്.